ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകൾ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അമേരിക്കയിൽ ഇന്നലെ പുറത്തു വന്നിട്ടുള്ള റീജിയണൽ ബാങ്കുകളുടെ Q3 റിസൾട്ടുകൾ ബിലോ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പൊതുവെ ബാങ്കിങ് സ്റ്റോക്കുകളിൽ ഇന്നലെ ഒരു സെല്ലിംഗ് പ്രഷർ കണ്ടിരുന്നു. അതേസമയം തൈവാനീസ് സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് കമ്പനി പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈനടുത്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മൈക്രോണും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒറാക്കിൾ, എൻവിഡിയ ഈ കമ്പനികളും ബെറ്റർ ആയിട്ട് തന്നെയാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. പൊതുവെ ചിപ്പ് റിലേറ്റഡ് സ്റ്റോക്കുകളാണ് വീണ്ടും അമേരിക്കയിൽ ഇന്നലെ മുന്നേറിയിട്ടുള്ളത്. അതേസമയം ഫാർമ ഷെയർസിലൊക്കെ സ്ലൈറ്റ് സെല്ലിംഗ് പ്രഷർ ഇന്നലെ കണ്ടിരുന്നു. ഇതിന് പ്രധാനപ്പെട്ട കാരണം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പല ഫാർമ കമ്പനികളോടും പറഞ്ഞിരിക്കുന്നത് പല ഡ്രഗുകളുടെയും പ്രൈസ് താത്തണം എന്നുള്ള കാര്യമാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് ഇന്നലെ കണ്ടത്. അതേസമയം യൂറോപ്യൻ മാർക്കറ്റുകൾ മെജോറിറ്റി ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏഷ്യയിൽ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് മാർക്കറ്റുകൾ ഇന്നലെ ബെറ്റർ ക്ലോസിംഗ് ആയിരുന്നു. അതേസമയം ചൈനയിൽ പല ഇൻഡെക്സുകളും ബെറ്ററും അല്ലെങ്കിൽ ചില ഇൻഡെക്സുകൾ വീക്കും ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു ഹോങ്കോങ് മാർക്കറ്റിൽ. കൊറിയയും ഇന്നലെ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതേസമയം ഇന്ന് ഓൾമോസ്റ്റ് എല്ലാ ഇൻഡെക്സുകളും കൊറിയൻ മാർക്കറ്റുകൾ ഒഴികെ മറ്റെല്ലാ മാർക്കറ്റുകളും ഇന്ന് വീക്കായിട്ടാണ് മോർണിംഗിൽ ഏഷ്യയിൽ ട്രേഡ് ചെയ്യുന്നത്. കോസ്പി ഇന്ന് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈറ്റ് ചെയ്തിരിക്കുകയാണ്. സാംസങ് പുതിയ റെക്കോർഡ് ഹൈറ്റ് ചെയ്തിരിക്കുകയാണ്. പൊതുവെ കൊറിയയിൽ, സൗത്ത് കൊറിയയിൽ പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് തന്നെയാണ് എന്നുള്ളത്. ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റമാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നലെ കണ്ടിട്ടുള്ളത്. അതേസമയം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്നലെ വീണ്ടും ബയേഴ്സായി മാറിയിരിക്കുകയാണ്. 997.29 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഫണ്ടുകൾ 4076.2 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസും ബയേഴ്സാണ് ഇന്നലെയും ഇന്നും താരങ്ങൾ ഗോൾഡും സിൽവർ തന്നെയാണ്. ഗോൾഡ് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് മോർണിംഗിൽ 4380.1 പെർ ഔൺസാണ് പുതിയ സ്പോട്ട് ഗോൾഡിൻ്റെ റെക്കോർഡ് ഹൈ. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് രാവിലെ 8:30 ട്രേഡ് ചെയ്യുന്നത് $4340 പെർ ഔൺസിനാണ്. അതോടൊപ്പം തന്നെ സിൽവറും ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. $54.44 പെർ ഔൺസാണ് ഇന്നലെ ഹിറ്റ് ചെയ്തിട്ടുള്ള റെക്കോർഡ് ഹൈ. ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $55.88 പെർ ഔൺസിനാണ്. റെക്കോർഡ് ഹൈനടുത്ത് തന്നെയാണ് ഇന്ന് മോർണിംഗിലും ട്രേഡ് ചെയ്യുന്നത്. മറ്റ് കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ വീണ്ടും താഴെ പോയിരിക്കുകയാണ്. $60.6 പെർ ബാരലിനാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. 5 മാസത്തെ ലോവസ്റ്റ് ലെവലിലാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ട്രംപും പുടിനും തമ്മിൽ ഡിസ്കഷൻ വരുന്നു. റഷ്യ ഉക്രൈൻ വാർ ഒത്തുതീർന്നേക്കാം എന്നുള്ള ന്യൂസ് ഫ്ലോസ് ആണ്. ഇങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ബ്രന്റ് ക്രൂഡ് ഓയിൽ വീണ്ടും താഴെ പോകാനുള്ള സാധ്യതകളുണ്ട്. ഗോൾഡ്മാൻ സാക്സ് മുമ്പ് പ്രെഡിക്റ്റ് ചെയ്ത രീതിയിൽ 2025 എൻഡ് ആകുമ്പോഴേക്കും ഒരുപക്ഷെ $55 പെർ ബാരലിലേക്കൊക്കെ ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് താഴാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം മറ്റ് കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ അലുമിനിയം, സിങ്ക്, അയൺ ഓർ, നാച്ചുറൽ ഗ്യാസ് ഈ കമോഡിറ്റികളെല്ലാം തന്നെ ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി വീണ്ടും ഇന്നലെ $, എഗൻസ്റ്റ് ആയിട്ട് റിക്കവറി നടത്തിയിരുന്നു. 87.9 രൂപ പെർ ഡോളറാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഗ്ലോബൽ ന്യൂസ് ഫ്ലോസ്, ഇന്ന് മോർണിംഗ് വരെയുള്ള ന്യൂസ് ഫ്ലോസ്. ഇനി ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ മിഡ് വെസ്റ്റ് ലിമിറ്റഡ് നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന ഒരു IPO തന്നെയാണ്. ഇന്നലെ വരെ 12.34 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ നേടിയിട്ടുണ്ട്. റീറ്റെയിലേഴ്സിൻ്റെ ഓവർ സബ്സ്ക്രിപ്ഷൻ 8.63 ടൈംസ് ആണ് വന്നിരിക്കുന്നത്. ഇന്നാണ് ക്ലോസിങ്. നല്ല രീതിയിലുള്ള ഓവർ സബ്സ്ക്രിപ്ഷൻ വീണ്ടും വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ കൺസിഡർ ചെയ്യാവുന്ന ഒരു IPO ആണ് മിഡ് വെസ്റ്റ് ലിമിറ്റഡ്. ഒപ്പം ഇന്നലെ ധാരാളം Q2 റിസൾട്ടുകൾ വന്നിരുന്നു. ഈ റിസൾട്ടുകളുടെ ഓവറോൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മെജോറിറ്റി റിസൾട്ടുകളും ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. ഇൻഫോസിസ്, LNT, മൈൻട്രി, വിപ്രോ ധാരാളം റിസൾട്ടുകൾ നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും ബെറ്റർ Q2 റിസൾട്ടുകളാണ് പുറത്തു വിട്ടിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ന്യൂസ് തന്നെയാണ്. അതോടൊപ്പം തന്നെ അശോക് ലൈലൻഡ് 1937 ബസ്സുകളുടെ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. തമിഴ്നാടിൽ നിന്നാണ് 669 കോടി
രൂപ ഓർഡറാണ്. ശ്യാം മെറ്റാലിക്സ് വലിയ എക്സ്പാൻഷൻ പ്ലാനുകളാണ് ഈ കമ്പനിക്കുള്ളത്. ഓൾമോസ്റ്റ് ഡബിൾ ലെവലിലേക്ക് കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യാനും അതുപോലെ തന്നെ ടേൺ ഓവർ എക്സ്പാൻഡ് ചെയ്യാനുള്ള നീക്കത്തിലാണ് ഈ കമ്പനി. ഫണ്ടമെൻ്റലി നോക്കുകയാണെങ്കിൽ നല്ലൊരു കമ്പനിയാണ്. ഇന്റേണൽ അക്രൂവൽസ് ആണ് ഈ ഫണ്ടിങ്ങിന് എക്സ്പാൻഷന് വേണ്ടുന്ന ഫണ്ടിങ് ഒക്കെ നടത്താൻ പോകുന്നത്. അതും പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. എമിറേറ്റ്സ് NBD IDBI ബാങ്ക് ടേക്ക് ഓവർ റേസിൽ നിന്ന് പിന്മാറുകയാണെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. RBL ബാങ്കിൽ 51% സ്റ്റേക്ക് എടുത്തുകൊണ്ട് RBL ബാങ്കിനെ അക്വയർ എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. നാളെയാണ് RBL ബാങ്കിൻ്റെ ബോർഡ് മീറ്റിംഗ് വരുന്നത്. മിക്കവാറും എമിറേറ്റ്സ് NBDക്ക് സ്റ്റേക്ക് കൊടുക്കാനുള്ള ന്യൂസ് തന്നെയായിരിക്കും നാളെ RBL ബാങ്ക് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. RBL ബാങ്കിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. വിക്രം സോളാർ Q2 റിസൾട്ട് അനൗൺസ് ചെയ്തിരുന്നു. മച്ച് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. അതോടൊപ്പം തന്നെ വാരി എനർജീസും Q2 റിസൾട്ട് അനൗൺസ് ചെയ്തിരുന്നു. മച്ച് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. ഈ രണ്ട് സ്റ്റോക്കുകളും വീണ്ടും മുന്നേറാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. റിസൾട്ട് എക്സ്പെക്റ്റേഷനിലും അതുപോലെ തന്നെ ധാരാളം ഓർഡേഴ്സൊക്കെ ബാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് കമ്പനികളും. രണ്ടാമത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ BEML ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിക്ക് നൽകിയിട്ടുണ്ട്. ട്രയൽ റൺ ആരംഭിക്കും. അതിനുശേഷം അടുത്ത 2 മാസത്തിനുള്ളിൽ 2 വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെയും കമ്മീഷനിങ് അല്ലെങ്കിൽ റണ്ണിങ് ആരംഭിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. തീർച്ചയായിട്ടും BEMLനെ സംബന്ധിച്ച് പോസിറ്റീവ് തന്നെയാണ്. ആദ്യത്തെ 10 വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ നിർമ്മിക്കാനുള്ള റൈറ്റ്സ് കിട്ടിയിരുന്നത് BEML ആയിരുന്നു. ഈ ട്രെയിനുകളുടെ ക്വാളിറ്റി അനുസരിച്ചായിരിക്കും ഇനി വരാൻ പോകുന്ന വന്ദേ ഭാരത് മെട്രോ അതുപോലെ തന്നെ ഫർദർ വന്ദേ ഭാരത് ട്രെയിൻ സെറ്റുകളുടെയൊക്കെ ഓർഡേഴ്സ് BEMLന് ലഭിക്കാനായിട്ടുള്ള ഉള്ളൊരു ഇൻഡിക്കേഷനായിട്ട് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും BEMLനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ BEML വീണ്ടും ഒരു കമ്പനിയായിട്ട് ടൈപ്പിൽ എത്തിയിട്ടുണ്ട്. എയറോസ്പേസ് ഡിഫൻസ് ആപ്ലിക്കേഷൻ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയാണ്. അപ്പോൾ പൊതുവെ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് BEMLനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് 3 അഡ്വാൻസ്ഡ് വെസൽസ് ലോഞ്ച് ചെയ്യാണ്, സപ്ലൈ ചെയ്യാണ്. ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും കൊച്ചിൻ ഷിപ്പ്യാർഡിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. ഇത് മോസ്റ്റ് മോഡേൺ വെസൽസ് ആണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് പുറത്തിറക്കാൻ പോകുന്നത്. S&P ഗ്ലോബൽ പറയുന്നത് ഇന്ത്യനെ സംബന്ധിച്ച് യാതൊരു തരത്തിൽ നെഗറ്റീവ് ഇമ്പാക്റ്റും ഇല്ല. താരിഫ് റിലേറ്റഡ് ഇമ്പാക്റ്റൊക്കെ ടെമ്പററി ആണ്. അതേസമയം ഇന്ത്യ ആസ് ആൻ എക്കണോമി എന്നുള്ള രീതിയിൽ ഏറ്റവും ഔട്ട് പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള നല്ല രീതിയിൽ ഔട്ട് പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഇക്കണോമിയാണെന്നാണ് S&P ഗ്ലോബൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഓൺഗോയിങ് ഫിനാൻഷ്യൽ ഇയറിലെ GDP ഗ്രോത്ത് അവർ 6.5% പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത 2 വർഷങ്ങളിൽ 7% വെച്ചാണ് GDP പ്രൊജക്ഷൻ കൊടുത്തിരിക്കുന്നത്. ബയോകോൺ ബയോളജിക്സ് അമേരിക്കയിൽ സിവിക് എന്ന് പറയുന്ന ഒരു കമ്പനി ആയിട്ട് ടൈപ്പിൽ എത്തിയിട്ടുണ്ട്. പ്രൈവറ്റ് ലേബൽ ഇൻസുലിൻ ലോഞ്ച് ചെയ്യാനായിട്ട് ബയോകോനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. HCL ടെക് പുതിയൊരു അലയൻസ് വന്നിട്ടുണ്ട്. AI റിലേറ്റഡ് പ്രൊജക്റ്റുകൾക്കാണ് HCL ടെക്കിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അറ്റ്ലാന്റ ഇലക്ട്രിക്കൽസ് 183 കോടി രൂപ വരെ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോമേഴ്സിന് വേണ്ടിയുള്ള ഒരു ഓർഡറാണ്. റീസെൻ്റായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് അറ്റ്ലാന്റ ഇലക്ട്രിക്കൽസ്. ഭാരത് ഫോർജ് റോൾസ് റോയ്സ് ആയിട്ടുള്ള ടൈപ്പ് വീണ്ടും എക്സ്പാൻഡ് ചെയ്തിരിക്കുകയാണ്. ഫാൻ ബ്ലേഡുകൾ പുതിയ റോൾസ് റോയ്സിൻ്റെ പുതിയ എൻജിനുകൾക്ക് ഫാൻ ബ്ലേഡുകൾ സപ്ലൈ ചെയ്യാനുള്ള ഒരു ഓർഡറാണ് ഭാരത് ഫോർജിന് ലഭിച്ചിരിക്കുന്നത്. ഭാരത് ഫോർജിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ ഫണ്ട് ബൈ നോക്കുകയാണെങ്കിൽ ഇന്നലെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള റൂബിക്കോൺ റിസർച്ചാണ് നൊമൂറ ഫണ്ട് വാങ്ങിയിട്ടുള്ളത്. 616.13 രൂപ പെർ ഷെയറാണ് ഈ സ്റ്റേക്ക് അവർ അക്വയർ ചെയ്തിട്ടുള്ള റൂബിക്കോൺ റിസർച്ചിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ ന്യൂസ് ഫ്ലോസ്. ഇന്ന് ധാരാളം Q2 റിസൾട്ടുകൾ വരുന്നുണ്ട്. റിലയൻസ് ഉണ്ട്, JSW സ്റ്റീൽ ഉണ്ട്, ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഉണ്ട്, L&T ടെക്നോളജി സർവീസസ് ഉണ്ട്, ഡിക്സൺ ഉണ്ട്, ടാറ്റ ടെക്നോളജീസ് ഉണ്ട്, JSW എനർജീസ് ഉണ്ട്, ഹിന്ദുസ്ഥാൻ സിംഗ് ഉണ്ട്, പോളി ക്യാബ്. ഇത്തരത്തിലുള്ള കമ്പനികളാണ് ഇന്ന് Q2 റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നത്. നാളെയാണ് മേജർ ബാങ്കുകളായ HDFC, ICICI ബാങ്ക്, അതുപോലെ തന്നെ IDBI ബാങ്ക്,
ബാങ്ക്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക്, PNB, IDFC ഫസ്റ്റ് ബാങ്ക്, ഈ ബാങ്കുകളൊക്കെ റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നത് Q2 റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നത്. ഒപ്പം അൾട്രാടെക് സിമെൻറ്റും നാളെ Q2 റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നും നാളെയൊക്കെ വീണ്ടും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് ബയാസോട് കൂടിയുള്ള ട്രേഡിംഗ് സെൻറ്റിമെൻറ്റ് തന്നെയാണ്. ഇന്നൊരു പക്ഷേ മ്യൂട്ടഡ് ഓപ്പണിംഗ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ മാർക്കറ്റ് വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഒപ്പം ട്രംപും പുടിനും തമ്മിലുള്ള ഡിസ്കഷനിൽ ഇപ്പോഴത്തെ സൂചനകൾ അനുസരിച്ചുകൊണ്ട് ഉക്രൈൻ റഷ്യ വാർ ഒത്തുതീരാനുള്ള സാധ്യതകളുണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ്. തീർച്ചയായിട്ടും റഷ്യനെ സംബന്ധിച്ച് റഷ്യയിൽ നിന്നുള്ള ഓയിൽ എക്സ്പോർട്ട്സ് ഒക്കെ വളരെ താഴെ പോയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യ ഒരു പക്ഷേ ഇപ്രാവശ്യത്തെ ഡിസ്കഷനിൽ ഒരു സെറ്റിൽമെൻറ്റിന് സമ്മതിക്കും എന്നുള്ള ഒരു ഇൻഡിക്കേഷനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോസിറ്റീവായിട്ടുള്ളൊരു ബയാസാണ് ഇന്ത്യൻ മാർക്കറ്റിൽ. ഒപ്പം അടുത്ത ചൊവ്വാഴ്ചയാണ് ദീപാവലി മുഹൂർത്ത വ്യാപാരം വരുന്നത്. ചൊവ്വയും ബുധനും നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റിന് ഹോളിഡേ ആണ്. അപ്പോൾ ദീപാവലി മുഹൂർത്ത വ്യാപാരത്തിന് മുമ്പ് ഇന്നും അതുപോലെ തന്നെ മൺഡേ ആണ് നമ്മളെ സംബന്ധിച്ച് ട്രേഡിംഗ് ഉള്ളത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്. അതുപോലെ തന്നെ ട്രംപ് ഇന്ത്യ റിലേറ്റഡ് താരിഫ് എലിമിനേറ്റ് ചെയ്യാനുള്ള അനൗൺസ്മെൻറ്റുകളൊക്കെ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റ് ദീപാവലിക്ക് ഒരു പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബെറ്റർ ന്യൂസ് ഫ്ലോസ് തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് നമുക്കിരിക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.